ഹലോ കുട്ടന് രണ്ട് ടൈപ്പിൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് വന്നിട്ട് ഇവിടുത്തെ ഡെസിമൽ അപ്രോക്സിമേഷൻ, രണ്ടാമത്തെ ടൈപ്പ്. ഇത് ഡെസിമൽ അപ്രോക്സിമേഷൻ. ഇനിയൊന്ന് വന്നിട്ട് ആറാമത്തെ ടൈപ്പ് അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ. ഈ രണ്ട് ടൈപ്പ് വന്നിട്ട് ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതും ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കുട്ടൻ ചോദിക്കൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് നോക്കാം, ഡെസിമൽ അപ്രോക്സിമേഷൻ. ഡെസിമൽ അപ്രോക്സിമേഷനിൽ അവരെന്താ പറഞ്ഞാൽ ഇപ്പോൾ ഇറേഷണൽ നമ്പർ, ഇത് വന്ന് ഫസ്റ്റ് ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്താ അവർ പറയുന്നത്. ഇറേഷണൽ നമ്പർ, രണ്ട് ടൈപ്പ് നമ്പർ ഉണ്ട് കൂട്ട. ഒന്ന് വന്നിട്ട് റാഷണൽ നമ്പർ, ഒന്ന് റാഷണൽ നമ്പറാണ്. റാഷണൽ നമ്പർ വന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2/5 എടുത്തെങ്കിൽ, ഇപ്പോൾ 2/5 ചെയ്യാന്ന് വിചാരിക്കൂ. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ 2/5 ആണെങ്കിൽ ഇതിന് ചെയ്യുമ്പോൾ 0.20 4 5s are 20. ഇത് പെർഫെക്റ്റ് ആയിട്ട് 0 വരും. സോ 2/4 വന്നിട്ട് 0.4. ഇത് വന്ന് 0 എന്ത് വേണമെങ്കിലും എഴുതാം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതാം. ഇത് വന്നിട്ട് കറക്റ്റ്ലി നോക്കുമ്പോൾ 0.4. ഇത് വന്ന് റാഷണൽ നമ്പർ. പക്ഷേ ചില ഫ്രാക്ഷൻസ് വന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും നോക്കാം. ഫോർ എക്സാമ്പിൾ 1/3 എടുക്കാം. 1/3 എടുക്കുമ്പോൾ ഇത് വന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും എന്ന് പറഞ്ഞാൽ 1/3. ഇത് എടുക്കുമ്പോൾ ഇത് വന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 0. ഇവിടെ ഇടും. ഇപ്പോൾ 10, 3 3s are 9. ഓക്കെ, ഇപ്പോൾ ബാലൻസ് ഒന്ന് 1. പിന്നെ ഇവിടെ വീണ്ടും 0 എടുക്കണം. ഇതൊന്ന് 3 3s are 9. വീണ്ടും ബാലൻസ് 1. വീണ്ടും 0 3 3s are 9. ബാലൻസ് 1. വീണ്ടും 0 3 3s are 9. ബാലൻസ് 1. ഇങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ആൻസർ നോക്കുമ്പോൾ 1/3 = 0.3333333 ഇങ്ങനെ അത് കണ്ടിന്യൂസ്. ഇത് വന്നിട്ട് എൻഡിങ്ങേ ഇല്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഡെസിമൽ അപ്രോക്സിമേഷൻ. ഇതിൽ ഡെസിമലായിട്ട് ഇത് ഇറേഷണൽ നമ്പേഴ്സിനെ വന്നിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് വന്നിട്ട് ഇത് വന്ന് എഴുതിക്കൊണ്ടേയിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് വന്ന് ഈ 1/3 എഴുതാൻ തന്നെ ഒരു ഫുൾ നോട്ട്ബുക്ക് വേണമെങ്കിൽ എഴുതാം. ഇത് 1003 എഴുതാം, 1,00,003 എഴുതാം, ഇങ്ങനെ. അപ്പോൾ ഇതിന് ഒരു എൻഡ് വേണ്ടേ. ഇത് വന്നിട്ട് എങ്ങനെയാണ് അപ്രോക്സിമേറ്റ് ചെയ്യണം, ഇത് എങ്ങനെയാണ് അപ്രോക്സിമേറ്റ് പറഞ്ഞാൽ എങ്ങനെ ഇതിൻ്റെ ഒരു ഇതിന് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വന്ന് ഇതിന് അപ്രോക്സിമേറ്റ് ചെയ്യുക എന്ന് വരുമ്പോൾ ഇതിൽ വന്ന് സ്പെസിഫിക് ഡെസിമൽ പ്ലേസ് പറഞ്ഞാൽ ഇത് അപ്രോക്സിമേറ്റ് 2 ഡെസിമൽ പ്ലേസസ്. 2 ഡെസിമൽ, ഇത് വന്ന് 1 ഡെസിമൽ പ്ലേസ്, ഇത് 1 ഡെസിമൽ പ്ലേസ്, ഇത് 2 ഡെസിമൽ പ്ലേസ്, ഇത് 3 ഡെസിമൽ പ്ലേസ്. അപ്രോക്സിമേറ്റ് ടു 2 ഡെസിമൽ പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് വന്ന് ഇത് 1/3 എന്ത് എഴുതலாம், 0.33 എന്ന് എഴുതാം. ഓക്കെ, 33 എന്ന് എഴുതാം. അഥവാ ഇവിടെ വന്നിട്ട് ഇത് വന്നിട്ട് കാരണം എന്താ പറഞ്ഞാൽ 33, ഇത് വന്ന് 0.33 എന്ന് എഴുതാം, അല്ല 0.34 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ വന്ന് ഈ 3rd ഡെസിമൽ പ്ലേസ് വന്നിട്ട് <5 ആകുമ്പോൾ <5. അതുകൊണ്ട് ഇത് വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് റീറ്റെയിൻ ചെയ്യും. ഞാൻ ഇത് എക്സാമ്പിൾ പിന്നെ പറയാം എക്സാക്ട്ലി. നോക്കിയില്ലെങ്കിൽ ഇവിടെ നോക്കൂ. ഇപ്പോൾ ഇത് 0.37819 ഇങ്ങനെ പോകുന്നുണ്ട് വിചാരിക്കും, ഒരു ഇറേഷണൽ നമ്പർ. അപ്പോൾ അപ്രോക്സിമേറ്റ് 2 ഡെസിമൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും പറഞ്ഞാൽ 0.37 വന്നിട്ട് 8. ഇത് വന്നിട്ട് ഈ 3rd ഡെസിമലിൽ വന്നിട്ട് > 5 ആണ്. ഇത് 5-നെക്കാട്ടിലും ഇത് വന്നിട്ട് ഇതിന് വലുതാണിത് 8. അപ്പോൾ 37 എന്നുള്ളത് 38 ആക്കും. ഈ ഡെസിമൽ വന്ന് അപ്രോക്സിമേറ്റ് 0.38 എന്നാക്കും. ഇവിടെ വന്നിട്ട് 3rd ഡെസിമൽ പ്ലേസ് വന്ന് <5 ആണ്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ചെയ്യില്ല, ഇതങ്ങനെ റീറ്റെയിൻ ചെയ്യും, 0.33 എന്ന് വെക്കും. ഇത് മനസ്സിലായിക്കോട്ടെ. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. Find the approximate value of pi correct to 2 decimal places.
അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് പൈ പറഞ്ഞാൽ കുട്ടനറിയാം പൈ വന്നിട്ട് എന്താ ഈ ഇതിൻ്റെ വന്നിട്ട് കോൺസ്റ്റൻറ്റ്, അതായത് 2πr എന്നൊക്കെ പറയും, ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് എ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വന്നിട്ട് ഈസ് ഈക്വൽ ടു 2πr. സോ ഇത് പൈ വന്ന് കോൺസ്റ്റൻറ്റ്, പൈ വന്നിട്ട് കോൺസ്റ്റൻറ്റ്. ഈ പൈനെ എങ്ങനെ വന്നിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക? 22/7 ഫ്രാക്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 22/7 കിട്ടും. ഇപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, ഇത് വന്ന് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ, ഡെസിമലായിട്ട് ഇത് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 22 ഡിവൈഡഡ് ബൈ 7, 22 ഡിവൈഡഡ് ബൈ 7, 3 7s are 21, ബാലൻസ് വന്നിട്ട് 1 പോയിൻറ്റ്. ഇനി വന്ന് ഒരു 0 എടുക്കണം, 0 എടുത്താൽ ഇത് 1 7s are 7, ബാലൻസ് വന്നിട്ട് 3. ഇത് പിന്നെ വന്ന് 0 എടുക്കണം. ഇവിടെ വന്നിട്ട് 4 7s are 28, ബാലൻസ് വന്നിട്ട് 2, 0 എടുക്കണം. 2 7s are 14, ബാലൻസ് വന്നിട്ട് 6, 0 എടുക്കണം. 8 7s are 56. അങ്ങനെ. അപ്പോൾ ഇത് നോക്കുമ്പോൾ പൈ വന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ പോവും, 3.1428 ഇങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കറക്റ്റ് 2 ഡെസിമൽ പ്ലേസസ്, ഇപ്പോൾ 2 ഡെസിമൽ പ്ലേസസിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യണം. അപ്പോൾ തേർഡ് ഡെസിമൽ പ്ലേസ് നോക്കുക, തേർഡ് ഡെസിമൽ പ്ലേസ് വന്ന് <5 ആണ്. അപ്പോൾ ഇത് അങ്ങനെ റീറ്റെയിൻ ചെയ്യണം. അപ്പോൾ അപ്രോക്സിമേറ്റ് ടു 2 ഡെസിമൽ പ്ലേസ് വന്ന് 3.14, അപ്രോക്സിമേറ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്, 2 ഡെസിമൽ പ്ലേസസ് വന്നിട്ട് 3.14 ആണ്. അപ്രോക്സിമേറ്റ് ടു 3 ഡെസിമൽ പ്ലേസസ് ആണെങ്കിൽ, അപ്രോക്സിമേറ്റ് ടു 3 ഡെസിമൽ പ്ലേസസ് ആണെങ്കിൽ 3.142. ഓക്കെ കുട്ടാ, ഇതിങ്ങനെ ചെയ്യണം. 3.142 ഇതാണ് ഇവർ പറയുന്നത്. വേറെ സ്ക്വയർ റൂട്ട് ക്യൂബ്സ് ഇതിനൊക്കെ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് 2 ഇപ്പോൾ വന്നിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ സ്ക്വയർ റൂട്ട് 2 സ്ക്വയർ റൂട്ട് 2 ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ സ്ക്വയർ റൂട്ട് 2 ഞാൻ അത് കാൽക്കുലേറ്ററിൽ എടുത്ത് ചെയ്യാം. ഒരു സെക്കൻഡ്. സ്ക്വയർ റൂട്ട് 2 പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.414 സംതിങ് ലൈക്ക് ദാറ്റ് ഇങ്ങനെ വരും. നമുക്ക് നോക്കാം കാൽക്കുലേറ്ററിൽ. 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 പറഞ്ഞാൽ 1.414. ഇപ്പോൾ ഇതിന് വന്നിട്ട് അപ്രോക്സിമേറ്റ് സ്ക്വയർ റൂട്ട് 2 ഡെസിമൽ പ്ലേസസ്, 2 ഡെസിമൽ പ്ലേസസ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 2 കണ്ടുപിടിക്കണം. ഇത് വന്ന് 1.41421 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നോക്കും, ഇവിടെ ഉണ്ടായില്ല, 95 ഉണ്ടായില്ല, ഇങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ 2 ഡെസിമൽ പ്ലേസസ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഇത് വന്നിട്ട് 2 ഡെസിമൽ പ്ലേസ്, സെക്കൻഡ് ഡെസിമൽ പ്ലേസ്, തേർഡ് ഡെസിമൽ പ്ലേസ് നോക്കൂ, ഇത് <5 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഈസ് ഈക്വൽ ടു 1.41. സ്ക്വയർ റൂട്ട് ഓഫ് 3 എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 3 നോക്കുകയാണെങ്കിൽ 3 സ്ക്വയർ റൂട്ട് ഓഫ് 3 വന്ന് 1.73205 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്രോക്സിമേറ്റ് 2 സെക്കൻഡ് ഡെസിമൽ പ്ലേസ് പറഞ്ഞ് ഇതുവരെ നമ്മൾ പോകും. ഇത് വന്നിട്ട് <5 ആണ്. സോ 1.73 ആണ് ഡെസിമൽ അപ്രോക്സിമേഷൻ ഓഫ് സ്ക്വയർ റൂട്ട് 3. ഇതാണ് ഈ ഓത്തർ വന്നിട്ട്, ഈ ടീച്ചർ വന്നിട്ട് പറയുന്നത്, ഈ പ്രൊഫസർ വന്നിട്ട് ഇത് എടുക്കുന്ന ഈ ടീച്ചർ വന്ന് ഇതാണ് അവർ വന്ന് ഷോർട്ടായിട്ട് പറയുന്നത്. ഇത് വന്ന് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടനെ നോക്കൂ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കും. നെക്സ്റ്റ് വന്നിട്ട് ഇത് ടൈപ്പ് 2 കഴിഞ്ഞു. ഇനി ടൈപ്പ് 6. ടൈപ്പ് 6ൽ എന്താ പറയുന്നത്? അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻസ്, പ്രോബ്ലംസ് റിക്വയറിംഗ് കാൻഡിഡേറ്റ്സ് ടു പെർഫോം അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻസ് ഇൻവോൾവിംഗ് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ചില സമയത്ത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇപ്പോൾ ഇതിന് വന്നിട്ട് അവരെ എടുത്ത എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 15 - 2 അപ്രോക്സിമേറ്റ്ലി. സ്ക്വയർ റൂട്ട് ഓഫ് 15 - 2 അപ്രോക്സിമേറ്റ്ലി. ഇത് വന്ന് എക്സാക്ട് വേയിൽ നോക്കാം. നമുക്ക് എക്സാക്ട് വാല്യൂ എക്സാക്ട് നോക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 15 കാൽക്കുലേറ്ററിൽ തന്നെ ഞാൻ ചെയ്യട്ടെ. ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 15 പറയുമ്പോൾ 3.87 2
29 ആണ് 2 ഓക്കെ 2 ഇത് വന്നിട്ട് അപ്രോക്സിമേഷൻ ടു 2 ഡെസിമൽ പ്ലേസസ് ആകുമ്പോൾ 3.87 ഇത് വന്ന് 2 ഡെസിമൽ പ്ലേസസ് 2 ഡെസിമൽ പ്ലേസസ് ഇത് ഇത് വന്ന് 3.87 അപ്പോൾ റൂട്ട് 15 വന്ന് 3. സോ റൂട്ട് 15 is equal to 3.87 ഇതും എക്സാക്റ്റ് അല്ല പക്ഷേ ഓവറോൾ ഓക്കെ 3.87 ഇത് പക്ഷേ നമുക്ക് ഓർക്കാൻ പറ്റില്ലല്ലോ റൂട്ട് 15 എന്താണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലിങ്ങനെ ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2 ഡെസിമൽസിൽ ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 3.87 to 2.000 സോ 278.1.872 ഇവരെന്താ പറഞ്ഞാൽ ഇനിയൊരു മെത്തേഡ് ഉണ്ട് ഇത് വന്ന് നമുക്ക് വന്ന് കാൽക്കുലേറ്റർ ഇല്ല നമുക്ക് വേറെ എന്തും ചെയ്യാൻ ടൈമില്ല എന്ന് വരുമ്പോൾ നമുക്ക് ഇത് വന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് ആൻസർ പറയാം ഇതെങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുക പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 15 വന്നിട്ട് നമുക്കറിയില്ല പക്ഷേ നമുക്ക് ചില പെർഫെക്റ്റ് സ്ക്വയർസിന് അറിയാം അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 1 വന്ന് 1 സ്ക്വയർ റൂട്ട് ഓഫ് 4 ഈക്വൽ ടു 2 സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ റൂട്ട് ഓഫ് 16 is equal to 4 okay square root of 25 is equal to 5 ഇങ്ങനത്തെ ചില അപ്രോക്സിമേറ്റ് സ്ക്വയർ റൂട്ട്സ് നമുക്കറിയാം ചില നമ്പറിന് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട്സ് നമുക്ക് ഓർമ്മ ഉണ്ടാവും ഇല്ല ഓർമ്മ വെക്കണം പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട്സ് ഇത് നമ്മൾ ഓർമ്മ വെക്കണം ഇതിൽ വന്നിട്ട് 15 സ്ക്വയർ റൂട്ട് ഓഫ് 15ൻ്റെ വളരെ ക്ലോസ് വന്നിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 16 ആണ് അപ്പോൾ നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 15 സ്ക്വയർ റൂട്ട് ഓഫ് 15 മൈനസ് 2 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം 15 വന്നിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് എടുക്കാം 16 മൈനസ് 2 ഇത് വന്നിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 16 പറയുമ്പോൾ 4 ആണ് 4 മൈനസ് 2 ഇസ് ഈക്വൽ ടു 2 സോ 2 ഇത് 1.87 ആണ് പക്ഷേ ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ഇത് വന്നിട്ട് ഇത് റിയലി പറഞ്ഞത് റോങ് ആണ് പക്ഷേ അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ഇത് നമ്മൾ ലൈഫിൽ കുറേ സ്ഥലത്ത് നമ്മൾ ഇതിങ്ങനെ യൂസ് ചെയ്യും നമ്മൾ ഓരോ സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും പക്ഷേ അക്യൂറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കര കഷ്ടമാണ് ആൻസർ കിട്ടാൻ കാൽക്കുലേറ്ററോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എടുത്ത് ചെയ്യാനോ അതും പക്ഷേ നമുക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കണം അയാൾ എന്തെങ്കിലും പറയുന്നുണ്ട് നമുക്ക് ആ ടൈം ഉണ്ടാവില്ല ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് മനസ്സിൽ അപ്രോക്സിമേറ്റ്ലി ചെയ്യുമ്പോൾ അവരുടെ ആൻസർ നമ്മുടെ ആൻസറിനും ഏകദേശം കറക്റ്റ് ആകുമ്പോൾ നമുക്കത് കറക്റ്റ് എന്ന് എന്താ ചെയ്യാം അവർ പറയുന്നതിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാൾ വന്ന് നമുക്ക് ലാൻഡ് കാണിക്കാൻ പറഞ്ഞു ലാൻഡ് വിൽക്കാൻ പോകണം അപ്പോഴൊക്കെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ എക്സാക്ട്ലി എത്ര എന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ കുറേ സ്ഥലത്ത് ഈ സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ വളരെ യൂസ്ഫുൾ ആവും ആക്ച്വലി ഓക്കെ കുട്ടാ ഇത് രണ്ട് ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കുട്ടൻ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കിയിട്ട് പിന്നെ പറയൂ ആക്ച്വലി ഇത് ഓക്കെ ആണോ എന്ന് ഓക്കെ കുട്ടാ ബൈ